നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അഫ്ഗാനി ചിക്കനാണ്. എൻ്റെ പേര് സാവിത്രി ജോയി എന്നാണ്. എൻ്റെ വീട് കോട്ടയം പൊൻകുന്നമാണ്. ഞാനിപ്പോൾ ദുബായിലാണ്, ഒരു വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ സമയം കിട്ടുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ വീഡിയോക്ക് ഇടുകയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ അഫ്ഗാനി ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ അതിനുള്ള മാരിനേറ്റ് വേറെ നമ്മൾ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പച്ചമുളക്, ഒരു സബോളയാണ്, പിന്നെ നമ്മൾ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയുമാണ്, പിന്നെ ഒരു പിടി കശുവണ്ടി, ഇതും കൂടെ നമ്മൾ പേസ്റ്റ് ആക്കുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ 2 സ്പൂണ് തൈര് ഒഴിക്കുകയാണ്. ഫ്രഷ് ക്രീമും കൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് പേസ്റ്റ് ആക്കുകയാണ്. ഇതിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഗരം മസാല ഇട്ട് അര സ്പൂണ് ഗരം മസാല, നമ്മൾ 1 സ്പൂണ് കുരുമുളക് പൊടി. നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഇടുന്നില്ല. പിന്നെ ചെറുജീരകം, അര സ്പൂണ്, പിന്നെ ഉലുവാട ഇലയാണ്. നമ്മൾ ഉലുവാട ഇല ഇടും. അതും കൂടെ ഇട്ട് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ പേസ്റ്റാക്കി ഉപ്പും കൂടെ 2 സ്പൂൺ ഉപ്പും കൂടെ ഇടുക. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം, കളർ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇടുക. മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തിട്ട് നമ്മൾ കുറച്ച് അരമണിക്കൂർ വയ്ക്കുക.
അരമണിക്കൂർ ഇത് വെച്ച് എന്നിട്ട് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ. വെച്ചിട്ട് അരമണിക്കൂറാകുമ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ വറുത്തെടുക്കണം. രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. 2 സ്പൂൺ മതി, കൂടുതൽ വേണ്ട. നമ്മൾ വറുത്ത് കോരുന്നതല്ല, ഫ്രൈ ആക്കി കുറച്ച് ഫ്രൈ ആക്കുക. കരിഞ്ഞു പോയത് പകുതി വേവിൽ നമ്മൾ എടുക്കുക. അപ്പം പകുതി കുക്കായി. നമ്മൾ പകുതി കുക്കാകുമ്പോൾ നമ്മൾ എടുക്കുക. പിന്നെ നമുക്ക് അടുത്ത തുടങ്ങണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാക്കി ക്രീം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അതിനകത്ത് രണ്ട് കഷ്ണം ബട്ടർ ഇടുക. ബട്ടർ ഇട്ട് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇടുക. നമുക്ക് അരച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ഈ ബട്ടർ ഇടുന്നത്. ബട്ടർ എടുത്ത് നമുക്കത് കഴിഞ്ഞ് നമ്മൾ ഈ ക്രീം ഇടുക. ക്രീമായിട്ട് നമുക്ക് കട്ടിയായിട്ട് വേണേൽ എടുക്കാം, അതല്ല നമുക്ക് ഇച്ചിരി ചാറായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് എത്രയും ഒത്തിരി കട്ടിയായിട്ട് ഇച്ചിരി ലൂസായിട്ട് നമുക്ക് ഇതിന് ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കണം. കുറേ നേരം നമ്മൾ ഇളക്കുക. നമുക്കിതിന് ചപ്പാത്തി, പൊറോട്ട, പൂരി ഒക്കെ ടേസ്റ്റിയാണ്. ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഇളക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് തിളയ്ക്കുന്നിടം വരെ ക്രീമൊന്ന് പച്ചച്ചവ് പോകാനാണ് അടച്ച് വയ്ക്കുക. അതിൻ്റെ മണമൊക്കെ ഉപ്പ് ചുവപ്പ് പോയി. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇടുകയാണ്. ചിക്കനിട്ട് ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരിക്കുക. ചിക്കനിലേക്ക് പിടിക്കുക. ചിക്കൻ ഒന്നുകൂടെ വേകും. നമ്മളൊരു 10 മിനിറ്റ് അടച്ച്
ആയി വരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇടുക. മല്ലിയില വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഓഫാക്കാണ്. ലായി റെഡിയായി. ഇത് കണ്ടോളൂ, ഇതാണ് കപ്പ ചിക്കൻ. നമ്മൾ ഇനി ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ പൂരിയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം.